അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, എ നമ്പർ ഒരു വലിയ നമ്പറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് 145x എന്ന് കൊടുത്തിട്ടുണ്ട്. ഈസ് ഡിവിസിബിൾ ബൈ 8. ഈ നമ്പർ 8നെ കൊണ്ട് ഡിവിസിബിൾ ബൈ ആണ് എന്ന് പറയുന്നത്. 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ട് ക്യാൻ ബി ദ മിനിമം വാല്യൂ ഓഫ് എക്സ്. എക്സിന് വരാവുന്ന മിനിമം വാല്യൂ എത്രയായിരിക്കണം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 8 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വരാവുന്ന നമ്പർ ഏതാ? 8ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയത് 8, 16, 24 അല്ലേ. പിന്നെ വരും 32, പിന്നെ എത്ര വരിക 40, വീണ്ടും 8 വരും അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സാണ് എത്ര വരിക, എൻഡിൽ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സ് ഒന്നെങ്കിൽ 8 ആവും, 6 ആവും, 4 ആവും, 2 ആവും, 0 ആയിരിക്കും എൻഡിൽ വരുന്ന നമ്പേഴ്സ്. ഇനി 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇത്രയും നമ്പറിനൊന്നും ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. ആദ്യത്തെ 2 നമ്പറിന് ഡിവൈഡ് നോക്കിയാൽ കിട്ടില്ല. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ്, അതായത് ലാസ്റ്റ് പൊസിഷനിൽ നിന്നുള്ള 100ൻ്റെ പൊസിഷൻ വരെ ഉള്ള, അതായത് ലാസ്റ്റിൽ നിന്നുള്ള 3 ഡിജിറ്റുകൾ നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ 45x എടുക്കുക. ഈ 45x എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 8 ആവാൻ വരുന്ന എക്സിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. അതായത് ഇതിപ്പോൾ എത്രയാണ്, 400-നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു നമ്പർ അല്ലേ, 400-നേക്കാൾ വലിയൊരു നമ്പർ, 400-നേക്കാൾ വലിയൊരു നമ്പർ. അപ്പോൾ നോക്കാം, 8 400 ഡിവിസിബിൾ അല്ലേ. 8 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 400 ആണ്. 400 ഡിവൈഡഡ് ബൈ 8 ആണ്, നമുക്കറിയാം. ഇത് റിമൈൻഡർ വരില്ല, കറക്റ്റ് ഡിവിസിബിൾ ആണ്. ഇനി ബാക്കി റിമൈനിങ് ഉള്ളത് 50 സംതിങ് ആണ്. അതായത് 4 5 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 5 0 വരാം. പിന്നെ ഏതാ പോസിബിൾ, 5 2, അതിൽ 52 വരാം, 50 വരാം, 52 വരാം, 54 വരാം, 56 വരാം, 58 വരാം അല്ലേ. ഇതൊക്കെ വരാമെന്ന് പറയാൻ കാരണം എന്താ, ഇതൊക്കെയാണ് റിമൈൻഡറിൻ്റെ അവസാനം വരാൻ പറ്റുന്ന സംഖ്യകൾ. ഇതിലേതാണ് 8ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നത്? 50, 52, 54, 56, 58 8ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നത് ഏതാ? അത് 56 ആണ് അല്ലേ. 56 അല്ലേ വരുള്ളൂ, 56 അല്ലേ വരുള്ളൂ 8ൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ളത്. അപ്പോൾ എൻഡിൽ ഏതായിരിക്കും, എൻഡിൽ വരുന്നത് 6 ആയിരിക്കും. ഓക്കെ, ക്ലിയർ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. In a zoo, there are rabbits and pigeons. If their heads are counted, they are 90, while their legs are 2 to 4. Find the number of pigeons in the zoo. Pigeons ഉണ്ട്, അതുപോലെ തന്നെ റാബിറ്റും ഉണ്ട്. രണ്ടുപേരുടെയും തലകൾ എണ്ണിയ സമയത്ത്, ഹെഡ് എണ്ണിയ സമയത്ത് അവർക്ക് 90 കിട്ടി. കാലുകൾ എണ്ണിയ സമയത്ത് എന്ത് കിട്ടി, 2 to 4 കിട്ടി. അപ്പോൾ ഒന്നുമില്ല, എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. റാബിറ്റ് ഉണ്ട് അല്ലേ, റാബിറ്റ് ഉണ്ട്, പീജിയൻ ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പീജിയൻ ഉണ്ട്. നോക്ക്, തലകൾ എണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടിനും ഓരോ തലകളല്ലേ ഉള്ളൂ. അതായത് ഇപ്പോൾ റാബിറ്റിന് 6ഉം P, ഓക്കെ, 6ഉം Pയും വെച്ചിട്ട് തന്നെ പോവാം. R + P എന്താണ്, R + P എന്ന് പറയുന്നത് എത്രയാണ്, 90 ആണ്. R + P എന്ന് പറയുന്നത് 90 ആണ് അല്ലേ, തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അവരുടെ ലെഗ് എണ്ണിയ സമയത്ത് 2 to 4. അപ്പോൾ ലെഗ് എണ്ണി എന്ന് പറയുമ്പോൾ റാബിറ്റിന് എത്ര ലെഗ് ഉണ്ട്, 4 കാല്. അപ്പോൾ 4R, അതായത് ഒരു റാബിറ്റിൽ 4 കാല്, അപ്പോൾ 4R പ്ലസ് പീജിന് എത്ര, 2 ആണ്. 2P = എത്രയാണ്, 224. ഓക്കെ, ക്ലിയർ, 224. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഞാനൊരു 2നെ പുറത്തെടുക്കട്ടെ. 2നെ ഞാൻ പുറത്തെടുക്കാൻ പോവാണ്. 2നെ ഞാൻ എന്ത് ചെയ്തു, പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ 4R 2 പോയി, ബാക്കി എത്ര വരും, 2R വരും അല്ലേ. 2R വരും പ്ലസ് 2P 2 പോയി, ബാക്കി ഇവിടെ P ഉണ്ട്, = 224. ഓക്കെ, ഇനി ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഡിവിഷൻ ആവും. 224/2 ആവും. അപ്പോൾ അതെങ്ങനെ എഴുതാ, 2R + P എന്ന് പറയുന്നത് എത്രയാണ്, 224/2 which is equal to 2R + P എന്ന് പറയുന്നത് 112 ആണ് കിട്ടും, 112. ഓക്കെ, ഇപ്പോൾ നമ്മളടുത്തുള്ള ഒരു സാധനം R + P എന്ന് പറയുന്നത് 90 ആണ്. 2R + P
പി എന്ന് പറയുന്നത് 112 ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനും സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് ഇതിപ്പോൾ 2 ഇക്വേഷൻ 1 ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും ഒരു ടേമിലേക്ക് മാറ്റിയാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്കിതിനെ മൈനസ് ചെയ്ത് നോക്കാം. അതായത് 2r + p = 224 അല്ലല്ലോ 112 അല്ലേ, 112. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ഒന്നാമത്തെ ഇക്വേഷൻ r + p = 90. നമ്മളെന്ത് ചെയ്യാൻ പോവാം, ഇതിനെ മൈനസ് ചെയ്യാൻ പോവാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്, 2r ഒക്കെ പ്ലസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. 2r എന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 6. 2 പിന്ന് ഒരു പിന്ന് ഒരു പി പോയി കഴിഞ്ഞാൽ 0, അപ്പോൾ +0 അല്ലേ, എന്ത് വരും, +0. r + 0 എന്ന് പറയുന്നത് എത്രയാണ്, 90 112 കുറച്ച് എത്രയാണ്, 22. എത്രയാണ്, 22. ഇതൊന്ന് എന്ത് കിട്ടി, r = 22. r = 22. r എന്ത് ചെയ്യുന്നു, റാബിറ്റ് എത്രയാണ്, 22. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, PGN ആണ്. അപ്പോൾ r + p 90 ആണ്. നമുക്കറിയാം r + p എന്ന് പറയുന്നത് എന്താണ്, 90 ആണ്. അപ്പോൾ p എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 - 22 എത്ര വരും, 88 എന്ന് 20 പോയാൽ 68. എത്ര വരിക, റാബിറ്റ് 22 ആണ്, PGN 68 ആണ്. ഓപ്ഷനിലേക്ക് നോക്കാം, 68. റെഡി. എന്താ ചെയ്ത് ഒന്നുകൂടി നോക്കുക. ഓക്കെ, നമ്മളിങ്ങനെ മാറ്റി എഴുതി, അതിനുശേഷം ഇങ്ങനെ സോൾവ് ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്തു, ആൻസറിലേക്ക് എത്തി. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചോദിച്ചിട്ടുള്ളത്, ഇഫ് 40% ഓഫ് 50 എന്ന് പറയുന്നത് x% ഓഫ് 80 ആണെങ്കിൽ x എന്താണ്? ഓക്കെ, എങ്ങനെ 40% ഓഫ് 50 എന്ന് പറയുന്നത് 80ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്താൽ മതി, ഇതങ്ങ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യുക. 40% ഓഫ് 50 = എന്നിട്ട് എന്തോ തന്നിട്ടുണ്ട്. അപ്പോൾ 40% ഓഫ് 50 എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അതായത് 50 ഇൻറ്റു, അപ്പോൾ എങ്ങനെ വരും, 50 ഇൻറ്റു 40%, 40/100 അല്ലേ. കട്ട് ചെയ്തു എത്ര വരും, 200/10 = 20. 50ൻ്റെ 40% ചോദിച്ചത് 20 ആണ്. എത്രയാണ്, 20 ആണ്. 20. ഇനി എന്താ പറയണത്, അത് = x% ഓഫ് 80. അപ്പോൾ 80ൻ്റെ എത്ര പെർസെൻറ്റേജാണ് 20 നോക്കിയാൽ മതി. എങ്ങനെ, 80യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 20 നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 80യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 20, ഈ കട്ട് ചെയ്തു 200/8. 200/8 എത്ര വരും, 8 2 16, 2 ബാക്കി 4, 40ൽ 5, 25, 25%. ക്ലിയർ? ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കണം, എങ്ങനെ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 50ൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100ൻ്റെ എത്രയാണ്, 100ൻ്റെ 20%. 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100ൻ്റെ 20% പറഞ്ഞാൽ അത് 20ആണ്. അപ്പോൾ 20 കിട്ടി. ഇനി 80യുടെ എത്രയാണ് 20, 80നെ 4 ഭാഗമാക്കിയതാണ് അല്ലേ. 80ൻ്റെ 4ൽ1 ഭാഗമാണ് 20. അപ്പോൾ 100നെ 4 ഭാഗമാക്കിയാൽ മതി. 100നെ 4 ഭാഗം എത്രയാണ്, 25 വരും. അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് വരുന്നത് എന്തായിരുന്നു, മാത്സും അതുപോലെ തന്നെ CS ഉം
ലോജിക്കൽ റീസണിങ്ങും എല്ലാതും കൂടി കൂടിയിട്ട് 100 ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ട് ഉള്ളത് ജനറൽ നോളേജ്, അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ്, പിന്നെന്താ ഗ്രാമർ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇവിടെ എന്താണ് ഫിൽ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. കമ്മ്യൂണിക്കേഷൻ ത്രൂ ടെലിവിഷൻ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ? ഇൻ്റർപേഴ്സണൽ ആണോ, പബ്ലിക് ആണോ, മാസ് ആണോ, മാസ് മീഡിയ ആണോ? മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ത്രൂ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അടുത്ത് ചിലത് നമുക്ക് അറിയുന്നതായിരിക്കും, ചിലത് നമുക്ക് അറിയുന്നുണ്ടാവില്ല, ജനറൽ നോളേജ് ആണ്. ഡാഷ് ഈസ് ദ ഏജൻസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഗവൺമെൻറ് പോളിസി ആൻഡ് പ്രൊജക്ട്സ്. Dash is the central agency of government which gives information regarding government policy and projects. അത് ഏതറിയോ? അത് PIB ആണ്. PIB എന്താ? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് നോട്ട് എ സോഷ്യൽ നെറ്റ്വർക്ക്. ഏതൊക്കെയാണ്? ലിങ്ക്ഡിൻ ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. ഇൻസ്റ്റഗ്രാമാണ്, ട്വിറ്ററാണ്. eBay അല്ല. eBay എന്ന് പറയുന്നത് അല്ല. ഇതൊരു എക്കണോമിക് മാർക്കറ്റ് പ്ലാറ്റ്ഫോം. അതായത് എക്കണോമിക് അല്ല, ഇ-കൊമേഴ്സ് മാർക്കറ്റ്. ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ്. ഇവിടെ എന്താ നടക്കുന്നത്? ബൈയിങ്ങും സെല്ലിങ്ങും ഗുഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേ ഡാഷ് ഹിയർ ഫോർ 10 years. ഗ്രാമറാണ് ഇത് വരിക. ദേ ആർ ലീവിങ് ആണോ വരിക? ദേ ഹാവ് ബീൻ ലീവിങ് ആണോ വരിക? ദേ ഹാസ് ബീൻ ലീവിങ് ആണോ? ഹാസ് ലീവ്ഡ് എന്നാണോ വരിക? ഏതാ? ഓപ്ഷൻ ബി അല്ലേ വരിക. ദേ ഹാവ് ബീൻ ലീവിങ് ഹിയർ ഫോർ 10 years ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹീ ഡാഷ് ടെന്നീസ് എവരി ഡേ. ഹീ പ്ലേ ആണോ വരിക? ഹീ ഈസ് പ്ലേയിങ് ആണോ? ഹീ ഹാസ് പ്ലേഡ് ആണോ? ഹീ പ്ലേസ് ആണോ? ഇതാണ് ഹീ ഷീറ്റൊക്കെ എന്താ വരുമ്പോൾ ഡെസ്സാണ് വരിക. അപ്പോൾ എന്താ വരിക? പ്ലേസ് ആണ് അല്ലേ, പ്ലസ് ആണ്. ഡി ആണ്. ഹീ പ്ലേസ് ടെന്നീസ് എവരി ഡേ. ഓക്കെ, ഷീ ഡിസ്കസ്ഡ് ഇറ്റ് ഡാഷ് അതേഴ്സ്. നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം ഷീ ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് അതേഴ്സ് ആണ്. ഓക്കെ, ദേ റീച്ച്ഡ് ഗുരുവായൂർ ഡാഷ് 12 PM. ഡാഷ് 12 PM. ടൈം എന്താ പറയുക? ടൈമിന് എൻ്റെ കൂടെ എന്താ പറയുക? അറ്റാണ് പറയുക. ദേ റീച്ച്ഡ് ഗുരുവായൂർ അറ്റ് 12 PM. ഓക്കെ, ക്ലിയർ. ഹീ ഡാഷ് ഫോർ എ മൂവി യെസ്റ്റർഡേ. യെസ്റ്റർഡേ ആണ് പോയത്. യെസ്റ്റർഡേ പോയതുകൊണ്ട് വെൻ്റ് ആണ്. ഹീ വെൻറ്റ് ഫോർ എ മൂവി യെസ്റ്റർഡേ. ഓക്കെ, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ് ഓൾറെഡി. ട്രെയിൻ ഡാഷ് ഓൾറെഡി. അപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ആണോ പറയാം? ഹാഡ് ലെഫ്റ്റ് ആണോ പറയാം? ഹാസ് ലെഫ്റ്റ് ആണോ? ഈസ് ലീവിങ് എന്ന് പറഞ്ഞാൽ പോവുകയാണ് അല്ല, ഹാഡ് ലെഫ്റ്റ് ആണ്. വെൻ ഐ റീച്ച് റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഓൾറെഡി. ഓക്കെ, ക്ലിയർ. ഹീ ഈസ് സ്മാർട്ടസ്റ്റ് ദാൻ ഡാഷ് ബോയ്സ് ഇൻ ദ ക്ലാസ്. സ്മാർട്ടസ്റ്റ് ദാൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക? എനി അതർ. He is smarter than any other boys in the class. Okay. Principal as well as the faculty members dash present. Principal as well as the faculty members. ഈ as well as അതുപോലെ തന്നെ along with together with ഇതൊക്കെ വരുമ്പോൾ എന്താ വരിക? ഈസാണ് വരിക കേട്ടോ. ഈസാണ്, മറക്കരുത്. ഈസാണ്. പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, ഫയർഫോഴ്സ് ഡാഷ് ദ ഫയർ ടു അവോയ്ഡ് ഹ്യൂജ് ലോസ്. ഫയർഫോഴ്സ് ഡാഷ് ദ ഫയർ ടു അവോയ്ഡ് ഹ്യൂജ് ലോസ്. അപ്പോൾ എന്താ വേണ്ടത്? ഫയർഫോഴ്സ് ആ ഫയറിനെ എന്ത് ചെയ്തു? കെടുത്തി. ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. അതിനെന്താ പറയുക? പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്നൊക്കെയാണ്. ടു ബിൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. പുട്ടപ്പ്. ഇനി പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറേറ്റ് ആണ്. സഹിക്കുക, ടോളറേറ്റ്. ഇനി പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സ്റ്റിങ്ക്വിഷ് ആണ്. എക്സ്റ്റിങ്ക്വിഷ് ദി ഫയർ.
ഈ പുട്ട് ഓൺ എന്താ, അത് നമ്മളെന്താ പറയുക, ഒന്നെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്ന, ഡ്രസ്സ് ഓൺ സെൽഫ് പറയാം, ഡ്രസ്സിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു സ്റ്റേജ് ഒരു എന്താ ഒരു സ്റ്റേജ് ആൻഡ് ഇവൻറ്റ്, ഒരു ഇവൻറ്റ് സ്റ്റേജ് ചെയ്യുന്നതിന് പറയും ഇവൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളൂ, ഫയർഫോഴ്സ് എക്സ്റ്റിങ്ക്വിഷ് ചെയ്തു, പുട്ട് ഔട്ടാണ്. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഡോണ്ട് എവിടെ, ഡോണ്ട് ആർഗ്യൂ ഡാഷ് ദാറ്റ് മാഡ് ലേഡി. ഡോണ്ട് ആർഗ്യൂ ഡാഷ് ദാറ്റ് മാഡ് ലേഡി. ഡോണ്ട് ആർഗ്യൂ വിത്ത് ദാറ്റ് മാഡ് ലേഡി. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ദ പില്ലേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. കമ്മ്യൂണിക്കേഷൻ്റെ പില്ലേഴ്സ് ഏതൊക്കെയാണ്? ലിസണിങ് ആൻഡ് സ്ലീപ്പിംഗ് അല്ല, സ്പീക്കിംഗ്. ലിസണിങ് ആൻഡ് ഹെൽപ്പിംഗ്. ഹെൽപ്പിംഗ് ആൻഡ് സ്പീക്കിംഗ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും. ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ലിസണിങ് ആൻഡ് ഹെൽപ്പിംഗ് എന്ന് പറയുന്നത് ആവശ്യമില്ല. തേർഡിലുണ്ട് ഹെൽപ്പിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പോൾ ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞ ഈ സാധനം വേണ്ട. റീഡിങ് ആൻഡ് റൈറ്റിങ്ങും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏതൊക്കെ വരിക? 1 വരും 4 വരും. അതായത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ. ഹീ സിറ്റ്സ് ഡാഷ് ഹിസ് ഫ്രണ്ട് ആൻഡ് ഹിസ് വൈഫ്. രണ്ടിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ എന്താ, ബിറ്റ്വീൻ. ഹീ സിറ്റ്സ് ബിറ്റ്വീൻ ഹിസ് ഫ്രണ്ട് ആൻഡ് ഹിസ് വൈഫ്. ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ഈസ് ടു ബി സെറ്റപ്പ് ഇൻ അമരാവതി. എവിടെയാണ്? അമരാവതി. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ഈസ് ടു ബി സെറ്റപ്പ് ഇൻ അമരാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ ബൈ ലാൻഡ് ഏരിയ. സ്മോളസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ ബൈ ലാൻഡ് ഏരിയ മാൽദീവ്സ് ആണ്. ഏതാണ്? മാൽദീവ്സ് ആണ്. ഓക്കെ, അടുത്ത്. പഹൽഗാം, വൺ ഓഫ് ദ ഫേമസ് ഹെൽത്ത് റിസോർട്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, വെർ ബ്രൂട്ടൽ ടെററിസ്റ്റ് അറ്റാക്ക്. പഹൽഗാം അറ്റാക്കൊക്കെ നമ്മൾക്ക് കേട്ടിട്ടുണ്ട്. അറ്റാക്ക് ഹാപ്പൻഡ് ഇൻ അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഈ പഹൽഗാം എന്ന് പറഞ്ഞിട്ടുള്ള ഹില്ല് ഉള്ളത് എന്നാണ് ചോദിച്ചത്. അത് അനന്ത്നാഗ് ആണ്. അനന്ത്നാഗ്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ യങ്ങസ്റ്റ് പ്ലെയർ ടു സ്കോർ എ സെഞ്ചുറി ഇൻ T20 ക്രിക്കറ്റ്. യങ്ങസ്റ്റ് പ്ലെയർ ടു സ്കോർ സെഞ്ചുറി ഇൻ T20 ക്രിക്കറ്റ്. ഇപ്പോൾ അടുത്ത് നമുക്കറിയാം, അടുത്തുണ്ടായ കാര്യങ്ങളൊക്കെ. ഇതാരാണ്? സച്ചിൻ തെണ്ടുൽക്കർ ആണോ, ജയ്സ്വാളാണോ, സായ് സുന്ദറാണോ, വൈഭവ് സൂര്യവംശിയാണോ? ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ, എത്ര? 15 വയസ്സൊക്കെ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. അടുത്തത്. ദ വേൾഡ് കമ്പ്യൂട്ടർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഡേയ്സിനൊക്കെ ചില പ്രത്യേകത ഉണ്ട്. വേൾഡ് കമ്പ്യൂട്ടർ ഡേ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഗ്ലോബലി സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല രീതിയിൽ ഇത് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 2 ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ്, 15th ഫെബ്രുവരി. ഇതാണ് ഗ്ലോബലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗ്ലോബലി സെലിബ്രേറ്റഡ് ആസ് വേൾഡ് കമ്പ്യൂട്ടർ ഡേ. ഇനി ഈ 2nd ഡിസംബർ എന്ന് പറഞ്ഞാൽ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്റററി ഡേയാ. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്റററി ഡേ. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്റററി ഡേ ആണ് 2nd ഡിസംബർ. മറ്റേത് 15 ഫെബ്രുവരിയാണ്. 15 ഫെബ്രുവരിയാണ് എന്ത്? വേൾഡ് കമ്പ്യൂട്ടർ ഡേ. ക്ലിയർ. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്. 120 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇത്രയും പാർട്ടിലായിട്ട് നമ്മൾ ഏകദേശം സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. ഇതിൽ എനിക്കറിയാം മാത്സ് ഉണ്ടായിരുന്നു, CS-ൻ്റെ പാർട്ട് ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ ഏതാ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റി, ലോജിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഗ്രാമർ, GK, ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. റെഡി. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. അതിൻ്റെ ഓരോന്നിനെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പോയി കാണാം. എല്ലാതും പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാത്സ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. മാത്സ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് 51th ക്വസ്റ്റ്യൻ മുതലാണ് മാത്സ്. അത്രയും ക്വസ്റ്റ്യൻസ് എന്താണ്, ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്താൽ കേട്ടോ. ഇതൊക്കെ സോൾവ് ചെയ്താണ് CS ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതുപോലത്തുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരി, താങ്ക് യു.